ബിഗ് ബോസ് മലയാളം സീസൺ 2 മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു നടി മഞ്ജു പത്രോസ്. 50 ദിവസത്തോളം മഞ്ജു ഹൌസിൽ നിന്നു. അന്നുണ്ടായിരുന്ന സഹമത്സരാർത്ഥികളിൽ നടിക്ക് ഏറ്റവും അടുപ്പവും സൗഹൃദവും ഉണ്ടായിരുന്നത് യുവനടനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫുക്രുവുമായിട്ടായിരുന്നു. ഇരുവരുടെയും സ്നേഹപ്രകടനങ്ങൾ പക്ഷേ എപ്പിസോഡുകൾ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം മോശമായാണ് പ്രേക്ഷകരിൽ ഒരു വിഭാഗം വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഹെയ്റ്റും ട്രോളും നടി ഏറ്റുവാങ്ങിയിരുന്നു. ഇപ്പോഴും ഫുക്രുവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്റെ കമന്റ് ബോക്സിൽ വരാറുണ്ടെന്ന് പറയുകയാണ് മഞ്ജു. ബിഗ് ബോസ് ഷോ കാരണം ആളുകൾക്കിടയിൽ തന്നെ കുറിച്ച് തെറ്റിദ്ധാരണ പരന്നുവെന്നും നടി പറഞ്ഞു. പക്ഷേ ആ ശ്രമത്തിലൂടെയല്ല, തന്നെ ആളുകൾ കണ്ട് യഥാർത്ഥ തന്നെ തിരിച്ചറിയുകയായിരുന്നു. ഫുക്രുവില്ലേ എന്ന് ചോദിച്ച് ഇപ്പോഴും കമന്റ് ഇടുന്ന ആളുകളുണ്ട്. അതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് നല്ലത്. ചെറിയൊരു പയ്യനോട് വേറൊന്നും തോന്നുകയില്ലല്ലോ. എനിക്കും ഒരു മകനുള്ളതല്ലേ. ഇതൊക്കെ പറയാൻ തനിക്ക് ഇപ്പോഴും പ്രയാസമാണ്. ഒരിക്കലും ഫുക്രുവിന്റെ കാര്യത്തിൽ താൻ അങ്ങനെ ചിന്തിക്കില്ല. അന്നുള്ള ദേഷ്യം ഇന്ന് തന്നെ മനസ്സിലാക്കിയ ശേഷം പലർക്കുമില്ല. ബിഗ് ബോസിൽ പോകേണ്ടിയിരുന്നില്ലെന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലെന്നും ഇന്ന് കാണുന്ന വീട് തനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത് ബിഗ് ബോസ് മൂലമാണെന്നും മഞ്ജു പറഞ്ഞു. ഒരു ദിവസം 45,000 രൂപയാണ് മഞ്ജുവിന് ബിഗ് ബോസിൽ പ്രതിഫലമായി ലഭിച്ചിരുന്നത്. നിരവധി സിനിമകളിൽ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ട് താരസംഘടന അമ്മയിൽ അംഗത്വം എടുത്തില്ലെന്നതിനുള്ള മറുപടിയും അഭിമുഖത്തിൽ മഞ്ജു നൽകി. മെമ്പർഷിപ്പിന് നൽകേണ്ട ഭീമമായ തുകയാണെന്നും അത് ചിലവാക്കാൻ തന്റെ കയ്യിലില്ലെന്നും അത്യാവശ്യമായി ചെയ്യേണ്ട പല കാര്യങ്ങളും തന്റെ ജീവിതത്തിലുണ്ടെന്നും നടി പറയുന്നു. അതുകൊണ്ട് തന്നെ അത്രയും ലാവിഷാക്കാൻ തനിക്ക് പറ്റില്ല. അമ്മയിൽ അംഗത്വമില്ലാത്തവർക്കും അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അംഗത്വമുള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നതായും തോന്നിയിട്ടില്ലെന്നും മഞ്ജു പത്രോസ് പറഞ്ഞു. സുനിച്ചനാണ് മഞ്ജുവിന്റെ ഭർത്താവ്. ഇപ്പോൾ ഇരുവരും വേർപിരിഞ്ഞു കഴിയുകയാണ്. മകനെ വളർത്തുന്നതും പഠിപ്പിക്കുന്നതും നടിയാണ്. സിനിമയ്ക്ക് പുറമെ സീരിയലുകളിലും സജീവമാണ് താരം. വെറുതെയല്ല ഭാര്യയുടെ സമയത്ത് എസ്കലേറ്ററിൽ കയറാൻ പോലും അറിയില്ലാത്ത ആളായിരുന്നു താൻ. എസ്കലേറ്റർ എന്ന് പറയാൻ പഠിച്ചതുപോലും പിന്നീടാണ്. ആ മഞ്ജു പത്രോസിൽ നിന്നും കാലവും അനുഭവവും തന്നെ ഒരുപാട് മാറ്റി. 40 മുൻപും 40 ശേഷവും എന്നിങ്ങനെ 2 മഞ്ജു പത്രോസുകളുണ്ട്. അന്ന് താൻ വളരെ ജെനുവിനായ ആളായിരുന്നു. ആ ഷോയിൽ പങ്കെടുത്തപ്പോൾ ചിരിച്ചതിനേക്കാൾ കൂടുതൽ താൻ കരയുകയാണ് ചെയ്തിട്ടുള്ളത്. ബിഗ് ബോസിൽ പങ്കെടുത്ത ശേഷമാണ് താൻ കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടത്. ബിഗ് ബോസ് കാരണം തന്നെ കുറിച്ച് വന്ന വ്യാഖ്യാനങ്ങൾ തിരുത്തണമെന്ന് തോന്നിയിരുന്നു. ക്ലാരിറ്റി കൊടുക്കാനും ശ്രമിച്ചിരുന്നു. അതിനുവേണ്ടി തന്റെ ഫോൺ നമ്പർ വരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു.